ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 10-11 ദിവസമായി തോന്നുന്നു. കാരണം വയ്യായിരുന്നു, എനിക്ക് മോനൊന്നും വയ്യായിരുന്നു. അപ്പോൾ അതേ രാവിലെ തന്നെ 6 മണിയാകുമ്പോൾ നമ്മൾ ചായ കുടിക്കും. പിന്നെ ഒരു 7-8 മണിയാകുമ്പോഴായിട്ട് അങ്ങനെ കടി കൂട്ടിയിട്ട് തിന്നാം. അന്നേരം ചായ ഒന്നും കുടിക്കില്ല, വെള്ളം, ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ ഇന്ന് ദോശയും ചട്നിയായിരുന്നു. അതിനുള്ള സംഭവങ്ങളൊക്കെ ചതച്ചരച്ച് നമ്മൾ ആ ചട്നി ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കറിവേപ്പിൻ്റെ ഏതിലും ഇടണില്ല. ഭയങ്കര വിഷമമുണ്ട്. എന്നാലും സാരമില്ല, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ എന്നാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വയ്യ, അപ്പം ഒന്ന് പെട്ടെന്ന് പണി വയ്ക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതേ ഞാൻ നമ്മളെ ഡാൽഡയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും പിന്നെ ക്യാരറ്റ് അരിഞ്ഞതും ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് വെച്ചിട്ട് 4 ഗ്ലാസ് വെള്ളമൊന്നും ഞാൻ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാറില്ല കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എനിക്കാരും തോന്നിയില്ല. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ അരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് ചെമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം വെക്കണം. കുക്കറിൽ വയ്ക്കുമ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ 2-3 വിസിലുകൊണ്ട് നമ്മൾ നെയ്ച്ചോറ് അവിടെ സെറ്റാവും. പിന്നെ നമ്മൾ ചിക്കൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. എപ്പോഴും വിചാരിക്കും വെറൈറ്റി ആയിട്ടുമില്ല പച്ച ചിക്കനോ മഞ്ഞ ചിക്കനോ ഒക്കെ ഉണ്ടാക്കണമെന്ന്. പിന്നെ ഈ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിലും പുതിനൻ്റെ ടേസ്റ്റ് ചിക്കനോട് ചേരുമ്പോൾ എങ്ങനെയാവും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കണം. പിന്നെ കുറേ ചാറ് കറിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ പരട്ട് കറി ഉണ്ടാവില്ല, കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള അങ്ങനത്തെ കറിയാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് ഇങ്ങനെ നീര് വെച്ച കറീനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നുവെച്ചാൽ കഴിക്കും, പക്ഷെ ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കണമുണ്ട്. പിന്നെ കാക്കൂന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എണ്ണ ഒഴിച്ചെടുത്തു, ഗ്രാമ്പൂ ഇട്ടെടുത്തിട്ടുണ്ട്, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇട്ടെടുത്തു. പിന്നെ സവാള നന്നായിട്ട് വരുന്നതിൻ്റെ തക്കാളിയും പച്ചമുളകും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നായതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കറിക്ക് എപ്പോഴും ഇങ്ങനെ നല്ല റെഡ് കളർ ആവട്ടും. ഞാൻ പറഞ്ഞതിലേക്ക് ഈ പച്ച ചിക്കനൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായെങ്കിലും അതിന് പച്ച കാണുമ്പോൾ എനിക്കെന്തോ ഒരു ഇതാണ്. അപ്പോൾ ഒക്കെ എപ്പോഴും ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനത്തെ കറിയാണ്. ഒരു ദിവസം നമുക്കൊന്ന് നോക്കണം എങ്ങനെയാവും ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. അപ്പോൾ അതേ നമ്മളെ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെന്തുവാ മല്ലിപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, മുളക് പൊടി അതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇതും നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളെ എരിവിനും നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കും. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ വെക്കുമ്പോൾ അതിക്കുള്ള അളവൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. അതിനനുസരിച്ച് നിങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താക്കണോ, മൂടി വെക്കണം. മൂടി വെക്കണം എന്നുണ്ടോ? വേണേൽ മൂടി വെച്ചാളി. ഞാൻ മൂടിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ അതങ്ങനെ മൂടി വെച്ച് നമ്മളെ ഉണ്ടോ എണ്ണ ഒക്കെ അങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു എന്തൊക്കെ കുറേ വെള്ളമൊന്നും ഒഴിക്കണില്ല, കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂ. അതിൽ കിടന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ ഇളക്കി കുറച്ച് സമയം എടുക്കും. എന്നാലും നല്ല ഗ്രേവിയോടൊക്കെയുള്ള ചിക്കൻ കിട്ടുമല്ലോ. അപ്പോൾ ചിക്കനിൽ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളൊക്കെ പാടെടുത്താൽ ഈ ചട്ടിയിലേറ്റ കൊള്ളില്ല, പിന്നെ അത് ബാക്കിയാവും. അതുകൊണ്ട് എപ്പോൾ ചിക്കൻ കൊടുത്താൽ ഇനിയിപ്പോൾ 100 റുപ്യക്ക് ചിക്കൻ കൊടുത്താലും അതിന് 2 കഷ്ണം എടുത്ത് വെച്ചിട്ടില്ല, ഇച്ചൊരു സമാധാനം വരില്ല. അപ്പോൾ 1 കിലോ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ വെച്ചു. ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടെടുത്തു. പിന്നെ വെള്ളം ഒഴിക്കണതേ കണ്ടോളി, ഇച്ചിരി വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ. ഈ വെള്ളം തന്നെ ഞാൻ പകുതി കൊണ്ടൊഴിച്ചു കണ്ടോ. ഈ വെള്ളം ബാക്കിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മളെ ചിക്കൻ നല്ല ഗ്രേവിയോടൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. നല്ല കുറച്ചൊക്കെ കറിയുണ്ട്. അപ്പോൾ ആ ഒരു ഇവിടെ സെറ്റായി. പിന്നെ നമ്മൾ നെയ്ച്ചോറും അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡ് കളറായിട്ടിരിക്കുന്നുണ്ട്. ചട്ടി നല്ല ചൂടുണ്ട്.
അപ്പോൾ ദേ അങ്ങനെ ചിക്കനും ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ എന്താ ഉള്ളി സുർക്ക കേട്ടോ. എനിക്ക് ഉള്ളി സുർക്കി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉള്ളി സുർക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചാർ, എന്തച്ചാറാന്നല്ലേ, അതാണ് ഇത്. ടെൻഡർ കോക്കോനട്ട് അച്ചാർ പിക്കിൾ. അച്ചാർ പിക്കിൾ ഒന്നാണ്. അപ്പോൾ ഇത് ചെറിയ ബോട്ടിലാണ്, ഒരു എത്ര അപ്പോൾ ഇത് 200 തോന്നുന്നു. യെസ്, വലുതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ തേങ്ങയല്ലേ മധുരമാവോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ ബോട്ടിൽ വെച്ചു. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ പണിയൊക്കെ ഇവിടെ ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ.